നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ കൂട്ടത്തിലെ പൊന്നോമനയായി നമ്മുടെ സുഹൃത്തെന്നൊക്കെ പറഞ്ഞു വരുമ്പം നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഈ രണ്ടുപേരെ തെരഞ്ഞെടുത്തതിന് പ്രത്യേക കാര്യങ്ങളുണ്ട്. ഈ നമുക്കറിയാം ഈ ആയുർവേദം എന്നൊക്കെ പറഞ്ഞ പാരമ്പര്യമായിട്ട് വരും. അങ്ങനെ ഓരോരോ ഇങ്ങനെ പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്ന തൊഴിലുകൾ ഏറ്റെടുത്ത് പോകുന്ന കുറേ കുടുംബങ്ങൾ കാണും. ഇവർക്ക് രണ്ടുപേർക്കും അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. തൊഴിലല്ലെന്നേ ഉള്ളൂ, പാരമ്പര്യമായിട്ട് അപ്പനപ്പന്മാർ തൊട്ട് വരുന്ന പേരുകൾ ഇവർക്ക് എന്നെ ചെല്ലപ്പേരായിട്ട് വിളിച്ചു. അപ്പം പേര് നമുക്ക് ഇവന്റെ മാത്രം റിവീൽ ചെയ്യാം. ദിസ് ഈസ് അവർ തങ്കു, ഭായിമാറിലെ തങ്കു, മേവടയിലെ തങ്കു, പാലയിലെ തങ്കു, കൊടുങ്ങൂരിലെ തങ്കു. ഇപ്പം ഈ ഗ്യാങ്ങില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ സംബന്ധിച്ചെന്ന് പറഞ്ഞു വരുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഭായിമാറിലെ തങ്കു, ഇവനെ ഞങ്ങൾ മെയിനായിട്ട് ഊക്കുന്നതായിരുന്നു. ഭായിമാരെന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലോട്ട് ആദ്യം ഓടി വരുന്ന ആരുടെ പേരെ? തങ്കുവിൻ്റെ പേര്. നിങ്ങൾ തമ്മിൽ എത്ര നാളായിട്ട് കൊടുക്കുന്നു? അഭിഹിതബന്ധമല്ലേ ചോദിച്ചത്? എന്നാ പറഞ്ഞേ, ഒരു ബോഡി ഒരു മനസ്സും രണ്ട് ശരി. ഒന്ന് കുഞ്ഞുനാട് തൊട്ട ഇപ്പനെ പറഞ്ഞു. ഇവന് ഞാനും ഒരു പൊടിയായിട്ട് വളർന്ന കാലം തൊട്ട് തന്നെ കൂടെ ഉണ്ട്. പിന്നെ ഞങ്ങളൊക്കെ പിന്നെ വലുതായിട്ടുള്ളൂ, നിങ്ങളൊക്കെ പൊടിയായിട്ട്. കാരണം ഞങ്ങളുടെ സെയിം ഏജ് ആയതുകൊണ്ട് ആ സമയം തൊട്ട് ഞങ്ങൾ എല്ലാ കാര്യത്തിലും ഒരുമിച്ചിട്ട് പിന്നെ വന്ന് ഞങ്ങളുടെ ഗ്യാങ്ങിലോട്ട് വന്ന ആൾക്കാരെല്ലാം കൂടി നമ്മൾ ഇത്ര പേരായിപ്പോ. ഈ തങ്കുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് തങ്കുവിനെ കുറച്ച് സ്പെഷ്യാലിറ്റി പറയണം. സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മൾ നീ അലക്കുന്നുണ്ടോ? ഇവൻ കൊടുങ്ങൂരിൽ മറ്റേ കോൺട്രാക്ട് ജോലിക്ക് കൊടുക്കുമ്പോൾ ഞായറാഴ്ചയും പണിക്ക് പോകുന്നു. ഞായറാഴ്ചയോ? അവൻ അവിടെ നിന്ന കമ്മിറ്റ്മെന്റ്, ഇവിടെ നിന്ന് ആത്മാർത്ഥം, അത് വേറെ ഒരിടത്തും കിട്ടാൻ പറ്റത്തില്ല. ഇത്ര ജോലിയോടുള്ള ആത്മാർത്ഥതയാണോ വേറെ എന്തെങ്കിലും ആത്മാർത്ഥതയാണോ നമ്മൾ കാണുന്നില്ല. ജോലിയോടുള്ള അമിത ആത്മാർത്ഥത കുറച്ച് കൂടുതലാണ് ഏ കാര്യത്തിലാണ്. ഭായിമാരാണ് തങ്കുവിനെ സത്യം പറഞ്ഞാൽ ഇത്രയും വളർത്തി വലുതാക്കി. അല്ലെന്ന് പറയാൻ പറ്റുമോ? തങ്കുവിനെ അല്ലെന്ന് പറയാൻ പറ്റുമോ? പിന്നെ പിന്നെ നീ പറയുന്നത് ജോലി കമ്മിറ്റഡ് ആക്കുമ്പോൾ അതിൻ്റെ തൊഴിലാളികളാണ്, അങ്ങനെ പദ്ധതി കാണുമല്ലോ. ഭായിമാര് മാത്രമല്ലല്ലോ ഉള്ളത്. ഇപ്പൊ ഭായിമാരെന്ന് പറയുമ്പോഴത്തേനും ഇപ്പോഴല്ലേ ഭായിമാര് വന്നത്. ഭായിമാരും വന്ന് കാലങ്ങളായിട്ടുള്ള. അപ്പൊ എനിക്ക് തോന്നുന്നു നീ ഒരു 10-60 കൊല്ലമായിട്ട് ഈ പണിയിൽ നിന്ന്. അങ്ങനല്ലേ പറഞ്ഞു. പിന്നെ അല്ല, ഞാനിപ്പോ വർക്ക് ചെയ്തോണ്ടിരുന്നപ്പോഴാണെങ്കിലും ഞാൻ ആദ്യം ചെല്ലുമ്പോഴൊന്നും ഭായിമാരെന്നല്ല മുഴുവനുള്ളത്. മലയാളികളുണ്ട്, അല്ലാത്തവരുണ്ട്. പിന്നെ കൂടുതൽ കൂടുമ്പോ നിന്നെ ഭായിമാരുടെ തങ്ങുന്ന് അറിയപ്പെടുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഊക്കാൻ കിട്ടുന്ന ഒരു അവസരം ഒരു മനുഷ്യന് ഊക്കാൻ അത് കളയുന്നില്ല. അന്നേരം ഏതെങ്കിലും ഒരു കാര്യം എടുത്തിരുന്ന എപ്പോഴും കൂട്ടത്തിൽ കൂടുമ്പോ എപ്പോഴും നിന്നെ ഭായിമാരെ വെച്ച് പോകുന്നു. അങ്ങനെ പറയുന്നല്ല. ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡ് ആകുമ്പോഴത്തേനും എന്നാ പറയുന്നത്, അതിന്റെ അകത്ത് പണിയാൻ പിന്നെ ഉറപ്പായിട്ടും കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിനക്ക് ഒറ്റയ്ക്ക് ഒരു വീട് കയറാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞേ ഭായിമാരുണ്ടാവും, അങ്ങനെ ഉണ്ടാവും. ഭായിമാരെ എടുത്ത് പറഞ്ഞു. നിന്റെ ജീവിതത്തില് നീ സൗഹൃദങ്ങൾക്കിടയിൽ വന്നപ്പോ പോട്ടെ, ഇവിടെ തന്നെ ഈ കൂട്ടത്തില് നിനക്ക് എപ്പോഴും ഒരു ഇൻസ്റ്റന്റ് നിന്റെ മനസ്സിൽ എപ്പോഴും വരുന്നില്ല ഇങ്ങനെ ഊക്ക് മേടിക്കുന്നതിന് എന്തെങ്കിലും വിഷമകരമായ നിമിഷങ്ങളോ ഇല്ല? ഭയങ്കര വിഷമം ഉണ്ടാവും. നമ്മളിപ്പോ ഒരു ഗ്യാങ്ങായിട്ട് നിൽക്കുമ്പോ ഞാൻ പറയട്ടെ, നമുക്കൊരു ഗ്യാങ്, നമ്മളൊരു ലോട്ട് ഓഫ് ആൾ കൂടുന്നതിന് മുന്നേ ഞങ്ങളുടെ ഈ ക്ലബിലാണെങ്കിലും അല്ലാതാണെങ്കിലും ഞങ്ങളൊരു 1-2 പേര് അല്ലെങ്കിൽ 3 പേര്, അതിന് മേളിലോട്ടൊന്നും ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ഇവിടെ ഉള്ളപ്പം. അല്ലെങ്കിൽ ആരും ഇറങ്ങത്തില്ല, വെളി ഇറങ്ങത്തില്ല, അങ്ങനെ സെറ്റപ്പാണ്. അന്നേരം നമ്മളങ്ങനെ സെറ്റപ്പ് വന്ന് പിന്നീടാണ് എന്ന് വെച്ചാൽ ആൾക്കാരിങ്ങനെ വന്ന് നല്ല രീതിയിൽ ആൾക്കാരായി, ഭയങ്കരമായിട്ട് ആൾക്കാരായി. അമ്മയത്തേന് ഊക്കിന്റെ എഫക്റ്റും കൂടുമല്ലോ. പിന്നെ ഉറപ്പില്ല, അതായത് 10 പേരിരിക്കുമ്പോ ഊക്കുന്ന ഒരു അവസ്ഥയല്ല. 3 പേരിരിക്കുമ്പോ 2 പേർ ഊക്കണം. അത് പ്രശ്നം, അങ്ങോട്ട് 2 തെറി വിളിച്ചു അല്ലെങ്കിൽ കൽപ്പിച്ച് ഇറങ്ങി അങ്ങ് പോയി, പ്രശ്നം തീർന്നോടെ. പക്ഷെ ഈ 10 പേരിരിക്കുന്ന ഗ്യാങ് ഊക്ക് കിട്ടുമ്പോഴത്തേനും നമ്മുടെ ഒരു എന്നാ പറഞ്ഞ മനസ്സിന്റെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, എന്നാ ചെയ്യാൻ പറ്റും. ഊക്ക് മേടിച്ച് ഭയങ്കര ദൃഢതയായി എടുക്കുമല്ലേ? ദൃഢതയായപോലല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ഓൾറെഡി ഇപ്പം ഒരു ദിവസം വെച്ചിട്ട് ഊക്കുമ്പോഴത്തേനും ചിലപ്പം അടുത്ത ദിവസം ചിലപ്പോൾ നമ്മൾ ഊക്കിക്കൊണ്ടിരിക്കും വേർത്തും ചെറി അതിനെ തലവിടുമ്പോഴത്തേനും അവരുടെ ചിലപ്പോൾ അടുത്ത ഊക്ക് കിട്ടും. അമ്മേരെ അങ്ങനെ അങ്ങ് പോകും, മനസ്സിലായോ? അങ്ങനെ എനിക്ക് അതുപോലെ ഒരു ഓർമ്മ വന്നൊരു നിന്നെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഓർമ്മ വരുന്ന സമയമാണ് നമ്മൾ ഈ പല്ല് സംരക്ഷിക്കാൻ വേണ്ടി രാവിലെയും പല്ല് കേൾക്കണം. അതെന്നായിരുന്നു ശരിക്കും? അത് അവന്റെ എന്നാ പറയുന്നത്, അവൻ കാണിക്കുന്ന അവന്റെ പേഴ്സണാലിറ്റി. എനിക്ക് ഒന്ന് പല്ലിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണോ അതോ ജീവിതത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണോ അങ്ങനെ പല്ല് തേച്ചോട്ടത്? ജീവിതത്തെ
സംരക്ഷിക്കാനല്ല നമ്മള് പറഞ്ഞു വന്നപ്പം എന്താ പറഞ്ഞത് അവർക്കൂടെ മനസ്സിലാക്കുന്ന രീതിയിൽ പറ. പർട്ടിക്കുലർ കാര്യം നമ്മൾ റിവീൽ ചെയ്യുന്ന ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടല്ലോ. നമ്മളിപ്പോ ഞങ്ങളിപ്പോ എന്നാ ചോദിച്ചാല് 3 പേര് അന്നത്തെ കേസ് ഈ പറയുന്ന പറഞ്ഞേ ഒരു 3 പേരുണ്ടായിരുന്നു. നേരത്തെ നമ്മളിങ്ങനെ ഞാനൊരു കഥ പറയും, മറ്റൊന്ന് വേറെ കഥ പറയും, മറ്റൊന്ന് വേറെ അങ്ങനെ പറഞ്ഞു ഞങ്ങളിപ്പോ മിക്കവാറും കൂടുതലാണല്ലോ. എനിക്ക് തോന്നുന്നു നിന്റെ വീട്ടിലെ ഏറ്റവും കൂടുതൽ നിനക്ക് ഇഷ്ടം കഴിക്കാൻ എനിക്ക് തോന്നുന്നു മറ്റേ മത്തിപ്പീരയായിരുന്നു. ശരിയല്ലേ? മത്തിച്ചാറ് മത്തിപ്പീര പീര വെച്ച് തിന്നാൻ നിനക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നത്. ഞാൻ പറയട്ടെ, ഇപ്പൊ നീ പറഞ്ഞ പോലെ ഇപ്പൊ നീ കണ്ടുകഴിഞ്ഞ നോക്കുമ്പോഴത്തേനും ഒരു ഊക്കലാണല്ലോ വരുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ വെളിയിരിക്കുമ്പോൾ ഇതിനേക്കാളും എഫക്ട് കൂടി ഊക്ക കേടും എന്ന് വെച്ചാൽ വായിക്കൊന്ന അവരാകും തെറി അത് തന്നെ വക്കായിട്ട് പറയും. ആണുങ്ങൾ കൂടുന്നിടത്ത് തെറി ഇല്ലെങ്കിൽ അതിനൊരു രസമില്ലെന്ന് പറയാം. അതില്ല, നമ്മളിപ്പോ ഇപ്പോഴല്ല ഇതുപോലൊരു എന്നാ പറയുന്ന ഒരു ഗ്യാങ്ങില്ല, ഒരു സെറ്റപ്പ് ഇല്ലെന്ന രീതിയിലേക്ക് ഇപ്പൊ എല്ലാവർക്കും തിരക്കായ പരിപാടി. ഇപ്പം നമ്മളിപ്പോ നീ നോക്കുക, ഒരു ക്ലബിൽ ഇപ്പൊ ഒരു 10 പേര് കൂടിയിരിക്കുക. അന്നത്തെ കാലത്ത് ചിട്ടി കളിക്കാൻ പരിപാടി ഒരു 10-12 വരെ മിനിമം ഇരുന്ന ദിവസങ്ങളുണ്ട്, മനസ്സിലായോ? അങ്ങനെ ഇപ്പം ആർക്കും അങ്ങനെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഇല്ല. പിന്നെ 1 മണിക്കൂർ ഇരിക്കുന്നു, ഒരുത്തം പോകുന്നു അടുത്ത പോകുന്നു, അങ്ങനെ പോയി ആരെയില്ല. അങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് ഇപ്പം ആയി. പക്ഷെ പണ്ടങ്ങനെ അല്ലല്ലോ. നീ വരുന്നതിന് മുമ്പേ ഇതിനോടൊരു കഥ ഇങ്ങനെ പറഞ്ഞു കരോളിന്റെ. നിങ്ങൾ ഈ പൊടിക്കാലം തൊട്ട് ഒരുമിച്ച് വളർന്നു വന്നവരായതുകൊണ്ട് അന്ന് കരോളിന് പോയപ്പോ നീ ഉണ്ടായിരുന്നു? അന്ന് ഞാൻ കരോളിന് പോയപ്പോ ഇവൻ ഇത് പറഞ്ഞു വന്നപ്പോ ഭയങ്കര ഷോർട്ടായിട്ടായിരുന്നു പറഞ്ഞു. ഷോർട്ടായിട്ടെന്ന് പറയുമ്പോഴത്തേന് നമ്മള് വലുതായിട്ട് പറയുമ്പോഴത്തേന് അതിൻ്റെ അകത്ത് ഓരോരോ 80+ അതുപോലെ അവിടെ മറ്റേ ഡ്രൈവിംഗ് സ്കൂളോ പ്രദർശിപ്പിക്കുമായിരുന്നു. അതിൻ്റെ അത് പല കേസുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ അന്നത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഞാനൊന്നില്ലായിരുന്നു, പക്ഷെ പറഞ്ഞു കേട്ട വെച്ചിട്ട് അതായത് ഇവന്മാർ കയറി വരിക, കരോളം കൊണ്ട് കയറി വരിക. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനായിട്ടൊരു പരിപാടിയാണ്. അങ്ങനെയല്ല പറഞ്ഞത് നമ്മള്. അങ്ങനെ ഞാൻ അങ്ങനെ വന്നപ്പോഴത്തേനും 5-6 പേരുണ്ട്. പാപ്പ നമ്മുടെ ഒരാളാണ്. എന്നാലും പുള്ളി കയറി വരുന്നു. ഗേറ്റ് ഉണ്ട്. നമ്മൾ ഈ കയറി വരുന്ന സമയത്ത് ഒരു വീട്ടിൽ കയറിയിട്ട് ഇറങ്ങുമ്പോഴത്തേനും ഒരു വീട്ടിൽ കയറി നമ്മളൊരു ഒഫീഷ്യലി കയറി പാട്ട് പാടുന്നു, അതിൻ്റെ ഇറങ്ങുന്നു, റോഡിൽ ഇറങ്ങി അടുത്ത വീട്ടിൽ കയറണമല്ലോ. ആ വീട്ടിലോട്ട് കയറാൻ നേരത്ത് നമ്മള് ക്രിസ്ത്യാനി പാട്ട് വരാതെ നമ്മൾ സ്വാമി നിർത്തോ അങ്ങനെ എന്തോ പറഞ്ഞൊരു സാധനം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സെറ്റപ്പില് ഒച്ചപ്പാടി എന്നുള്ളതാണ്. ഒച്ചപ്പാടിന് ഓൾമോസ്റ്റ് ആരെങ്കിലും കേൾക്കുമല്ലോ. ഇപ്പൊ താഴെ കൊട്ട് കേട്ടിട്ട് ചിലപ്പോ ഉടന്നിരിക്കുന്നവരാണ്. അത് കേട്ടിട്ട് നമ്മളങ്ങ് കയറി ചെല്ലുക. നോക്കിയപ്പോഴത്തേനും പുള്ളിയോട്ടിപ്പുണ്ട്. ഉടനെ നമ്മുടെ പാപ്പ ചാടി ഇതിനകത്ത് കയറിയപ്പോഴത്തേനും പുള്ളി പറഞ്ഞു ഇവിടെ ഇങ്ങോട്ടാരും വരണോ? ഉടനെ പുള്ളി ഇങ്ങനെ നിൽക്കുക. ഞങ്ങൾ വെളിയിൽ നിൽക്കുവല്ലേ, നമ്മളെ ഓട്ടോമാറ്റിക് കേട്ടെന്നറിയാം. ഉടനെ പുള്ളി അകത്തോട്ട് കയറി. പുള്ളി വന്ന് കയറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അതിന് പുള്ളി ഇങ്ങനെ നോക്കി. ഇപ്പം എല്ലാം ഞങ്ങളെല്ലാം നിൽക്കുവാണോ? അയ്യോ കേരളത്തിലെല്ലാം പറഞ്ഞല്ലോ. പുള്ളി പറഞ്ഞപ്പോഴത്തേനും പുള്ളി കയറിപ്പോയി. പുള്ളി പറഞ്ഞു മാസികമായിട്ട് നീ വേടാ പോനെ അങ്ങനത്തെ അങ്ങനെ പറഞ്ഞു. ആദ്യം ഓടുന്നത് ലൈനായിട്ടല്ല കയറുന്നത്. ആദ്യം കുറേ ഒറ്റ ഓട്ടമാണ്, പിന്നെ ചെറിയ ഓടിയതാണ്. അതാ പറഞ്ഞത്. അതാ ഞാൻ മുമ്പ് പറഞ്ഞത്. ആ കഥക്കകത്ത് പറഞ്ഞ ലൈറ്റ് ഇട്ട് ഓടിയവരുണ്ട്. ലൈറ്റ് പിടിച്ച് കയ്യില് മറ്റേ എമർജൻസി ലൈറ്റ് ഉണ്ടായിരുന്നു, അതും കൈ പിടിച്ചിട്ട് ഈ കുട്ടിക്കാലത്ത് നിങ്ങൾ രണ്ടുപേരോടും ചോദിക്കാം. ഈ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഇതിനകത്ത് തന്നെ വേറെ കാര്യമുണ്ട്. ഇതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ പാപ്പ നാട്ടിലെ പ്രമുഖൻ, അതായത് രാവിലെ പത്രം ഇടാൻ പോകുന്ന ഒരാളാണ്. പുള്ളി എല്ലായിടത്തും കയറിയപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു സ്ഥലത്ത് ചെന്നപ്പോഴേക്കും അൺഎക്സ്പെക്ടഡ്ലി ഇങ്ങനെ ആദ്യം നമ്മുടെ കൈ ഒന്ന് ഷെയ്ക്കാണ്ട് പിടിച്ചു. ഒരു അമ്മച്ചിയാ. അമ്മച്ചി കുറച്ചങ്ങോട്ട് സമീപിക്കുന്നു. ഈ പുള്ളിക്കാരൻ ചാടി കയറി ഒറ്റ കെട്ടിപ്പിടുത്തം. ഈ അമ്മച്ചി അങ്ങ് സ്റ്റക്കായി പോയി. ഞങ്ങൾ ഇറങ്ങി ഓടിയാന്ന് ആലോചിച്ചു. എനിക്കും അങ്ങ് പെട്ടെന്നായിട്ട് പറയും. പിന്നെയാണ് ഈ അമ്മച്ചി അങ്ങ് പോയി അവിടെ വന്ന് ഇറങ്ങി വന്ന് എല്ലാവരും അങ്ങ് സ്റ്റക്കായി പോയി. പുള്ളിയാണ് ഞാനാണ് എന്നെയാണെന്ന് കാണിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ പാപ്പാമാരിങ്ങനെ ഞാനും പാപ്പാവേഷം കണ്ടിട്ടുള്ള ഈ നാട്ടുകാർക്കെല്ലാം ക്യൂരിയോസിറ്റി. ആരാ പാപ്പ
ആ ഒരു നമ്മളെ വീട്ടിൽ വരുമ്പോൾ ആണെങ്കിലും നമ്മൾ ചോദിക്കുമല്ലേ സെറ്റാണ് ആരാ വേഷം കിട്ടിയെന്ന് ചോദിക്കും. അതുപോലെ തന്നെ പണ്ട് വിഷുക്കണിക്ക് പോകുന്ന ഹൈലൈറ്റ്. വിഷുക്കണിക്ക് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ മറ്റേ വിഷുക്കണി എന്ന് പറയുമ്പോൾ മീശമാധവന്റെ സിനിമ നമുക്ക് എല്ലാവർക്കും അത് തന്നെ. നമ്മള് മറ്റേ ചെരുപ്പ് മറ്റേ ചെറിയ ചെരുവിനകത്ത് കുറെ സാധനങ്ങളൊക്കെ കണം കൊണ്ട് വെച്ചിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ഒരു വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴേക്കും കുറെ സാധനം ഇങ്ങനെ നോക്കിയപ്പോൾ തിരിച്ചിറങ്ങി നോക്കിയപ്പോൾ ആണ്ട് പാത്രത്തിനകത്ത് കുറെ സാധനങ്ങൾ കൂടുതൽ. ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ വീടിന്റെ വാതിക്കുന്ന മാങ്ങ കുറച്ച് മറ്റേ പയറൊക്കെ ഉണ്ട്, അതൊക്കെ കുറച്ച് പറിച്ച് ഇതിനകത്ത് വെച്ച് ഒരുത്തം കൊണ്ടുവരിക. അങ്ങനെ കുറെ വ്യത്യസ്തമായ സമയം കൊണ്ട്. അതുപോലെ പട്ടി ഓടിച്ചിട്ട് നമ്മളെ ഒന്നും അറിയാതെ അതൊരു വല്ലാത്ത ഗേറ്റ് തുറങ്ങിയിട്ട് പട്ടി ഓടിച്ചിട്ട് അങ്ങനെ കുറേയേറെ മറക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. അതുപോലെ ഈ മാർച്ച് മാസങ്ങളിലെ ഈ സംബന്ധിച്ച് ഞങ്ങളുടെ ഈ സമയത്ത് ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഈ തോടുമായിട്ട് ബന്ധപ്പെട്ടെന്നാണ് ഈ പണ്ട് ഈ വെള്ളം പറ്റി ചെറിയ കുഴികളിലായി അതിനകത്ത് മീൻ പിടിക്കുന്ന ഇതുണ്ട്. അപ്പൊ നമ്മൾ ആ മീൻ അവിടുന്ന് തേകി പിടിക്കുക. അപ്പൊ തേകി പിടിച്ചു വരുമ്പോൾ ഈ ചില പൊത്തിനകത്തൊക്കെ ഈ മീൻ കാണും. അപ്പൊ നമ്മൾ അതിനകത്ത് പേടി കുറഞ്ഞ് 2 പേര് പറഞ്ഞത് കൈ ഇട്ട് വിടുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നോക്കിയപ്പോഴേക്കും എന്തോ അനക്കം കണ്ടു. കൈയിട്ട് ഇങ്ങനെ കൊടുത്ത ഒരാളിങ്ങനെ മുറുക്കെ പിടിക്കുക എടാ കിട്ടിയടാ എന്ന് വന്ന് വലിച്ചു മാറ്റിയത് പാമ്പ്. അതേ പുളവന് വന്ന് നമ്മൾ അതൊക്കെ ഒരിക്കലും ഇപ്പൊ ഓർക്കുമ്പോൾ നമുക്ക് ആ പേടി കാരണം അവിടെയൊക്കെ ആ ഏരിയ കാണുമ്പോൾ നമുക്ക് അത് കാണുക. അത് ആ ഒരു പുളവനെ കിട്ടിയ സമയത്ത് ഞങ്ങൾ ചതറി ഓടിയ ഓട്ടം അതൊക്കെ ഒരിക്കലും കാലത്ത് ഒരിക്കലും. അത് പുളവനെന്ന് പറഞ്ഞാൽ അന്ന് സമയത്ത് വലിയ വലിപ്പമുള്ളതൊന്നുമല്ല. അന്ന് ഈ ആരകൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ വെള്ളിയുടെ മീൻ, ആ ഒരു ഇതാന്ന് ഓർത്ത് പുള്ളി കയറി പിടിച്ചതാ. അന്ന് അറിയത്തില്ല വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കുമ്പോൾ, അതായത് ഈ കുഴിയിൽ നിന്ന് വലിച്ചെടുക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഈ പാറയുടെ പൊത്തിൽ നിന്ന് എടുക്കും എന്നൊക്കെ സംഭവങ്ങളല്ലേ ഒത്തിരി ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ആമസോൺ വനമായിരുന്നു ഇവിടെ. നിന്റെ ഒരു ജീവിതത്തില് ഇത്ര നാൾ കൂടെ താമസിച്ച് നിന്റെ ഒരു ചെറുപ്പ കാലഘട്ടവും ഇപ്പോഴത്തെ ഒരു കാലഘട്ടവും നിനക്ക് ഏറ്റവും രസകരമായി തോന്നിയ ഒരു ഇൻസിഡന്റ് ഏതാ? ഒന്നുമില്ലേ? പക്ഷെ നമുക്ക് എപ്പോഴും ഇപ്പൊ എന്റെ മനസ്സിൽ കുറെ കാര്യങ്ങളുണ്ട്. അതിനകത്ത് പെട്ടെന്ന് എനിക്ക് ഹിറ്റാകുന്ന ഒരു സാധനങ്ങൾ അങ്ങനെ ഞാനിപ്പോ ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ നിന്റെ മനസ്സിൽ ഹിറ്റായി നീ ഇപ്പോഴും ഓർത്ത് ചിരിക്കുന്ന ഒരു സംഭവം ആയിരിക്കും. ചിരിക്കുന്നെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പണ്ടി തോട്ടിലൊക്കെ ചാടാൻ പോകുന്ന ഒരു സംഭവം പണ്ടെന്ന് പറഞ്ഞാൽ കാലങ്ങൾക്ക് മുന്നേ തോട്ടി ചാടാൻ പോകുന്ന പരിപാടി. ഇത് പകലിപ്പോ അതായത് രാവിലെ 11 മണിക്ക് ചാടാൻ പോയി കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് വീട്ടിൽ വരാമെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഇറങ്ങുന്നത്. പക്ഷെ ചിലപ്പോൾ 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 2, 3, 4, 5 മണിക്കൂർ ചിലപ്പോൾ കഴിഞ്ഞിട്ടായിരിക്കും. എന്നാലും 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ചാടുന്നത്. അമ്മ അന്ന് പണ്ട് ചെറുപ്പകാലത്ത് എന്നൊക്കെ കാണിക്കും നമുക്ക് വീട്ടുകാർക്കും അറിയാം നമുക്ക്, അതുകൊണ്ട് അവർക്കൊരു പേടിയുണ്ട്. അപ്പൊ ഇങ്ങനെ പണ്ട് ഈ തോട്ടി ചാടാനൊക്കെ പോകുമ്പോഴത്തേനും ഈ 10 മിനിറ്റ് കൊണ്ട് പോയി കഴിയുമ്പോഴത്തേനും വീട്ടുകാര് അമ്മയൊക്കെ ഓൾറെഡി ഇട്ടുണ്ടോ. അന്നേരം വീട്ടിൽ അമ്മ പറയുമ്പോൾ അമ്മയോട് പറഞ്ഞിട്ട് 10 മിനിറ്റ് കൊണ്ട് പോകുമ്പോഴത്തേനും അത് 10 മിനിറ്റ് കഴിഞ്ഞ് 1 മണിക്കൂറായി 2 മണിക്കൂറായി പിന്നെ അമ്മ അന്വേഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നൊരു ഇതൊക്കെയുണ്ട്. അതൊക്കെ ഒരു ഭയങ്കര ഇതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേനുള്ള തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണു പൊട്ടും തെറി, ചിലപ്പോൾ അടിയൊക്കെ കിട്ടും. എനിക്ക് ഒരു തവണ കിട്ടിയത് മറ്റേ DVD പ്ലെയറിലും ടിവിയിലോട്ട് ഇങ്ങനെ ഓക്സ് കേബിൾ അല്ലല്ലോ പണ്ടൊരു സാധനം ഉണ്ടല്ലോ, ചുമലയും 3 കളറുള്ള ചുവപ്പും വെള്ളയും മഞ്ഞയും. ഈ സാധനം എടുത്തിട്ട് തന്തപ്പൊടി പുറം അടിയോടടി ഞാൻ ഇറങ്ങി ഓടി. അല്ലാതെ നമുക്കെന്ന് പണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ കാപ്പിയൊക്കെ കിട്ടും. ഈ കാപ്പി കുടിക്കുന്ന റെഡിയാണ് നേരെ ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ കാണുമല്ലോ അമ്മ സിറ്റോട് ഇരിക്കുമായിരിക്കും. അന്നേരം കാപ്പി ഒറ്റ വലിയ ചൂടെ പിടിക്കുന്ന വലിക്കുന്ന സ്ഥലം ഒറ്റ ഒറ്റ അടിയാ അടി എന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ടേ അടി കിട്ടുന്നു. പണ്ട് അമ്മ അടിക്കുന്നു, ഇപ്പൊ കൂട്ടുകാരടിക്കുന്നു. പിന്നെ ഇച്ചിരി കൂടെ കാലഘട്ടം കഴിഞ്ഞപ്പോ ഭായിമാരടിക്കുന്നു. അത് അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അടി കിട്ടുന്നത് ഇതൊക്കെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത സാധനമാണ്. ഇപ്പോഴും പണ്ട് വീട്ടിൽ ഉമ്മച്ചി ഇങ്ങനെ പെങ്ങള് പഠിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ട് ഭയങ്കര ഒച്ച വെച്ചു. എന്നോട് ഒരു ധൈര്യം ഉണ്ട്, നീ ഇനിയും ഒച്ച വെക്കടാന്ന് പറഞ്ഞു. നമുക്ക് മുടിഞ്ഞ ധൈര്യമല്ലേ. ഞാൻ വെളിയിൽ ഇറങ്ങി കാറിൽ പോയി. പുള്ളിക്കാരി എന്നെ അടുത്തെന്ന് പറഞ്ഞാൽ മറ്റേ കുഴൽ ഊതത്തില്ലേ അടുപ്പര്, അതിന്റെ കമ്പിയായിരുന്നു അത് വെച്ച് ഒറ്റയടി. ഇന്നും ഈ വെയിറ്റ് എടുക്കുമ്പോൾ ഞാൻ അന്നത്തെ ഒച്ച വെച്ചതിന്റെ ഭവിഷ്യത്തുകൾ അങ്ങനെ ഈ അടി ഓർത്ത് വെച്ചിരിക്കുന്ന സംഭവം ഏതാ? പാലാ ജൂബിലിക്ക് കിട്ടിട്ടില്ല. പാലാ ജൂബിലിക്ക് നമ്മൾ ആവശ്യമില്ലാത്തൊരു വള്ളി പിടിച്ചിട്ട് അതിന്റെ ബാക്കി പൊൻകൂത്ത് വെച്ച് തീർക്കുക ചങ്കൂറ്റം കൊണ്ട് മാത്രം ഉപയോഗിക്കുന്ന കഥയുണ്ട്. അതന്നെ സംഭവം. നമുക്കറിയാവുന്ന കുറെ കമ്പനിക്കാരുണ്ട്. എനിക്ക് അന്നാ പബ്ബി വന്നു ഇത് മറ്റേ കൊച്ചി
അബദ്ധമല്ല പറയുന്നത്. അതായത് പമ്പ വന്നു ഒരു 10-15 പേരുണ്ട്, പരിപാടിയുണ്ട്. ഞങ്ങളുടെ ഒരു കമ്പനി അത് അങ്ങനെയല്ല പറയേണ്ടത്. നമ്മള് വല്ല പാലായിലെ വള്ളി കഴിഞ്ഞ് നമ്മളെ അന്നത്തെ സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ അടി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ആയിക്കോട്ടെ. ഇതെന്ന് പറഞ്ഞാൽ മറ്റേ കൊച്ചി രാജാവിനകത്ത് ഈ ഓട്ടം ഒരുപാട് വരും, മറ്റേ പമ്പിന്റെ ഇടത്തുനിന്നും വലത്തുനിന്നും. അതാണ് ഞാൻ പറയാൻ പറ്റുന്നത്. കറക്റ്റ് പാലായെന്ന് നമ്മൾ പറയുന്നത് അവരെന്തോ വള്ളി പിടിച്ചിട്ട് ഈ 2-3 പേര് കുറച്ച് സപ്പോർട്ട് കൊണ്ട് നമ്മളെ വിളിച്ചു. അപ്പോഴേക്കും നമ്മൾ ചെല്ലുന്നത് നമ്മളോട് വൺ സെറ്റപ്പ് ആണല്ലോ. അത് ഞങ്ങൾ നമ്മൾ 3-4 പേരേ ഉള്ളൂ. ഞങ്ങൾ അന്ന് ചെന്ന് ആ പമ്പിലോട്ട് നിൽക്കുമ്പോഴേക്കും ഞങ്ങൾ നിൽക്കും. അപ്പോഴേക്ക് ഞാനിങ്ങനെ നിന്ന് ഇതൊക്കെ ഒരു സംഭവമാണല്ലോ എന്നൊക്കെ, ഇതൊന്നും ഇല്ലെന്നൊക്കെ ഓർന്ന് നിൽക്കും. ഞാൻ നോക്കുമ്പോ ഒരു ഓട്ടോ വരെ ഒരു ഫ്രണ്ടിൽ നമ്മുടെ ഓർക്കുണ്ടോ സൈഡിലേക്ക്. അല്ല ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും, ഓട്ടോ വരുന്നു, കാറ് വരുന്നു. ഞാൻ നോക്കുമ്പോ തടിപ്പണിക്ക് പോകുന്ന കുറെ ചേട്ടന്മാരെ അല്ല പേടിച്ച് സത്യം പറഞ്ഞാല് മൂത്രം ഒഴിച്ചില്ലെന്നേ ഉള്ളൂ. പേടിച്ച് ഗട്സ് മുഴുവൻ പോയി. നമ്മൾ ആ ഒരു ലുക്കിൽ മാത്രം നമ്മൾ വെളിയിൽ കാണിക്കാൻ അതുകൊണ്ട് അവിടെ ദൂരെ പോന്ന. ഇവരെല്ലാം കൂടെ വന്നിട്ട് 10-15 പേരുണ്ട്. അത് നല്ല പണിക്ക് പോയത് എന്നിട്ട് അവരുടെ കൈ കാണും പറയാം. ഞാൻ ഓർക്കും ഒരു ഓട്ടോയിൽ നിന്നിറങ്ങി ഒരു ചേട്ടൻ ചാടി വന്നിട്ട് വരാനുണ്ട്. ഞാൻ എൻ്റെ പോലെ എൻ്റെ ഉള്ള ശ്വാസം മേലോട്ട് കൂടെ പോയി. എന്നിട്ട് നമ്മൾ വെളിയിൽ കാണിക്കാൻ നിൽക്കുക. അന്ന് സത്യം പറയാൻ ആ ഒരു ധൈര്യത്തിന്റെ പുറത്ത് ഊരിപ്പോന്ന അല്ലെ അടി കൊണ്ട് തൂറിയനെ ഒന്നും വരാൻ പറ്റാത്ത അവസ്ഥയായി. ഇവനിങ്ങനെ മൂത്രം ഒഴിക്കുന്ന കാര്യം കൊണ്ടപ്പോൾ ഞാൻ ആലോചിച്ചേ, ഈ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഉച്ചയ്ക്ക് നല്ല എരിവുള്ള ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഇത് കൈയൊക്കെ കഴുകേണ്ട ഒന്നും അറിയാതെ പോയി മൂത്രം ഒഴിക്കും. മൂത്രം ഒഴിക്കുമ്പോ ഇതിങ്ങനെ വീരുന്നു പുകയും. അനുഭവിച്ചിട്ടുണ്ടോ? വൈകുന്നേരം വരെ ഇതുകൊണ്ട് ഇരിക്കണ്ടേ വന്ന് എന്താണ് ഈ മുളകുള്ള സാധനം പിടിച്ചിട്ട് ഈ മൂത്രം ഒഴിക്കാൻ പിടിച്ചു നിൽക്കുന്നതിന്റെ അവസ്ഥ. ഇതിന്റെ ആവശ്യം പിന്നെ സിബ് കയറുമ്പോ നിനക്ക് അങ്ങനെ അനുഭവം ജീവിതത്തിൽ ഇന്ന് വരെ എനിക്ക് പ്രശ്നം വന്നിട്ടില്ല. പക്ഷെ അതിന്റെ എന്താ പറയുക, ഷർട്ട് വെണ്ടിലോട്ടിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ പിന്ന് കുത്തി വെക്കുന്നവര്, പിന്നെ വേറെ പിന്ന് കുത്തി വെക്കുന്ന പിന്നെ അകത്തുന്നല്ല വെക്കുന്നത്. ഈ സാധനം പൊള്ളുന്നൊരു സാധനമുണ്ട്. അതുപോലെ ഇതെല്ലാം സഹിക്കാം. ഇതൊക്കെ എങ്ങനെയെങ്കിലും ഇപ്പൊ എരിവ് വന്നു കഴിഞ്ഞാൽ കഴുകാം, എല്ലാം ചെയ്യാം. ഈ ഷഡ്ഡിക്കകത്ത് ഉറുമ്പ് കയറി ഉണ്ടായിട്ടുണ്ട്. എന്റെ അവിടെ എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ അഴയിൽ ഈ ഉറുമ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഇടുന്ന ഡ്രസ്സിനെല്ലാം ഈ ജീൻസിനകത്ത് ചെറിയ മറ്റേ ഇതെന്ന് ഇത് മാറി നിന്ന് ബാത്റൂമിനകത്ത് ടോർച്ച് അടിച്ചിട്ടാണ് ഈ ഉറുമ്പിനെ ആ സ്ഥലത്തുനിന്ന് പറിച്ചത്. എന്റെ അവിടെ ഇരുന്ന് വരുന്ന ഒരു സംഭവമുണ്ട്. അങ്ങനെ നിങ്ങൾക്കൊന്നും അങ്ങനെ അനുഭവം? അത് ചില ടീച്ചർമാരുടെ പീരീഡ് ആയിരിക്കും എന്നൊക്കെ വരുന്നത്. നമ്മൾ അവരുടെ പിന്നെ പേടിച്ചിട്ട് നമുക്ക് അനങ്ങാൻ പറ്റാത്ത വിമിഷ്ടം. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പണ്ട് സ്കൂളിൽ തൂറാൻ മുട്ടുന്നെന്ന് പറയാൻ നമുക്ക് എന്തോ ഒരു ചമ്മലായിരുന്നല്ലോ. ഇത് രാവിലെ തൊട്ട് പിടിച്ചു വെച്ച് വൈകുന്നേരം സ്കൂൾ ലൈഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അല്ല. അതിനകത്ത് മെയിൻ ഒരു ഹൈലൈറ്റ് പണ്ട് നടന്ന് നമ്മൾ സ്കൂളിൽ പോകുന്നത്. ഇപ്പൊ നടന്നു പോകുന്ന വിരളമായ ആൾക്കാരുള്ളൂ. അത് തൊട്ട് സ്കൂളിന് അടുത്തുള്ള ആൾക്കാർ മാത്രം അങ്ങനെ നടന്നു പോകുള്ളൂ. ആ ഒരു സമയത്ത് നമ്മൾ ഒപ്പിക്കുന്ന കുറെ പരിപാടികളുണ്ട്. പഞ്ചായത്തിന്റെ പോസ്റ്റിൽ മറ്റേ ഈ ബൾബ് സീറോ മറ്റേ മഞ്ഞ ബൾബില്ലേ അത് നോക്കിയിടും. ഇത് നമുക്ക് എറിഞ്ഞ് പൊട്ടിക്കുന്ന ഒരു പരിപാടി. വളരെ രസമാണ്. പ്രത്യേകം കുഴപ്പമായിരുന്നു. അതായത് നമ്മൾ അവിടെ നിന്ന് ഒരു 2-1.5 കിലോമീറ്റർ വീട്ടിലോട്ട് വരുമ്പോഴത്തേനും നമ്മളെ വരുന്ന വഴിയിലൊന്നും ബൾബില്ല, എറിഞ്ഞ് പൊട്ടിക്കല്ലേ. പിന്നെ ബൾബ് അതുപോലെ വഴി നിങ്ങൾക്ക് ഒത്തിരി നടക്കാനുണ്ടായിരുന്നു. നമുക്ക് 5 കിലോമീറ്റർ ഉണ്ട്. അതുപോലെ തന്നെ നടന്നു പറ്റേ വരുമ്പോൾ വഴിയിൽ എവിടെയെങ്കിലും ബൈക്കൊക്കെ ചുമ്മാ കീ വെച്ചിട്ട് പോകുമല്ലോ, ആ കീ ഒരു ദൂരെ കളയുക. അങ്ങനെ ചെറിയ ചെറിയ കളിക്കാറുള്ളത്. നീ വന്നില്ലായിരുന്നു ഈ ഒരു വലിയ നഷ്ടമായി ഇങ്ങനത്തെ കാര്യം. ഈ നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കായിരുന്നു ശരിക്കും ഏറ്റവും കൂടുതൽ കിഴപ്പ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇൻഷെറ്റീവ്? ആ പ്രായത്തിൽ 2 പേർക്കും എല്ലാം ഒരുപോലെ. എന്നാലും ഒരു കൂട്ടത്തിൽ ഒരു ഗ്യാങ്ങിൽ എപ്പോഴും ഒരുത്തൻ ഡൊമൈൻ ആയിട്ട് കാണും. അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ എന്നാലും ഇപ്പൊ ഞാൻ പറയാം, നമ്മുടെയൊക്കെ കമ്പനി തൂറ്റി കൂടിക്കൊണ്ടിരുന്നോ എന്നാ നമുക്ക് അത് ചെയ്യാം എന്ന് നമ്മൾ പ്രോത്സാഹിപ്പിക്കും. ഈ ആവശ്യമില്ലാതെ ഈ അജു വർഗീസിനോട് ന്യൂബോളി പറയുന്നത് നീ മേലെ ഇത് ആവർത്തിച്ചേക്കുന്നത് കുഴി ചാടിക്കലെന്ന് പറയുന്നത് ആ അവസ്ഥയിൽ നിങ്ങളുടെ ഗ്യാങ്ങിലായിരുന്നു. നിങ്ങളുടെ ചെറുപ്പകാലഘട്ടം പറയാൻ ഈ കൂട്ടത്തിൽ ഒരുത്തനും കൂടെ കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവരും കൂടെ വന്നാലേ ഇതൊരു കംപ്ലീറ്റ് ഒരു സെറ്റപ്പ് ആകത്തുള്ളൂ. നമുക്ക് അടുത്ത എപ്പിസോഡില്
അത് സാധനം സെറ്റ് ചെയ്യാം. ആ, അങ്ങനെ നിന്നെ ഞാൻ കൃത്യമായി വാർത്തെടുത്തിട്ടില്ല, നിന്നെ വാർത്തെടുക്കാൻ പോകുന്നു. നമുക്ക് അവനെ അതെ അതെ സെറ്റിൽമെന്റ് എടുക്കാൻ പോയിട്ട് ഉള്ളൂ. നിന്നെ മറ്റേ എണ്ണ തേപ്പിച്ച് കിടത്തിയിട്ടേ ഉള്ളൂ. മറ്റേ ഇല്ല ഉണ്ണി വാവാവ പാട്ട് പാടി നിന്നെ പായലിട്ട് വെച്ചിട്ടുള്ളൂ. നമുക്കപ്പോ അവനെയും കൂടെ വിളിച്ചിട്ട് ഇതൊന്ന് കൃത്യമായി ഒരു സെറ്റപ്പിലേക്ക് കൊണ്ടുപോയാൽ അതായത് അങ്ങനെ വരുമ്പോൾ ഒരു ഭയങ്കര രസമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നീ വിട്ടുപോയ കുറെ കാര്യങ്ങളാണ്, ഇവൻ വിട്ടുപോയ കാര്യങ്ങൾ കാണും. എനിക്ക് തോന്നുന്നു നിങ്ങൾ 4-ന് ശേഷം 3-ന് ശേഷം പിന്നെ ആടാകുന്ന ഞാനാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഞാൻ ആടായി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് കൃത്യമായി അറിയാം. അതിന് മുമ്പത്തെ നിങ്ങളുടെ നാട്ടുംപുറവും എല്ലാവരും പട്ടിക്കാണ്. അതും പിന്നെ ആ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന പ്രണയങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾ ആൾക്കാരെ കാണാൻ പോകുന്ന രീതികൾ, അതൊക്കെ ഭയങ്കര രസമായിരിക്കും. നിങ്ങൾക്ക് 3 പേർക്ക് നിങ്ങൾക്ക് എനിക്ക് ഒന്നും മറക്കാൻ പറ്റാത്ത ഒരു സംഭവമായിരിക്കും നിന്റെ വണ്ടി. ആ ഒരു ഫ്രീഡത്തിലേക്ക് കിടക്കണമെങ്കിൽ ആ ഫ്രീഡത്തില് 2 ടയറിന് സ്വാഭാവികമായിട്ട് പെട്രോൾ അടിക്കണമെന്ന് ഫ്രീഡം ഉദ്ദേശിക്കുന്ന ബൈക്കാണ്, അല്ലാതെ സ്വാതന്ത്ര്യമല്ല. അതാ ഞാൻ പറഞ്ഞതാ. ഇപ്പൊ ആ ബൈക്കിന്റെ ഒരു ടയർ നീയും ഒരു ടയർ ഇവനാണെങ്കിൽ അതിന്റെ ഇന്ധനം എന്ന് പറയുന്നത് വേറൊരുത്തരെ. അപ്പൊ അവനെയും കൂടെ ഇതിനകത്തോട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടോ കാര്യമുള്ളൂ. അപ്പൊ ഓക്കെ, നമുക്ക് അവനെയും കൂടെ അടുത്തായിട്ട് നമുക്ക് ക്ഷണിക്കാം. അപ്പം നമുക്ക് അവനെ എന്ന് പറയുമ്പോൾ അവനെ പരിചയപ്പെടുത്താനാണെങ്കിൽ അവനൊരു ട്രാൻസ്ഫോർമേഷൻ ഭയങ്കരമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ശരി, അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നോക്കണം, നിങ്ങൾ ഇവിടെ ഒതുങ്ങിറങ്ങിയ അവനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവന്റെ ജില്ല വിട്ടു അളിയൻ വേറെ രീതിയിലുള്ള ഇത് പറയാണെങ്കിൽ ശരിയല്ല, എന്നാലും പറയാം. മറ്റേ ഇതിനകത്ത് ചെയ്താ 3 Idiots ആണ്, മറ്റേ കളിക്കാരൻ എന്ന് പറയുന്നത് ഈ ഷഡ്ഡി ഊരി എടുത്ത് മുഖത്തോട്ട് ഇടുന്നില്ലേ, ആ ഒരു സെറ്റപ്പിലേക്കുള്ള ഒരുത്തലാന്ന് എനിക്ക് തോന്നുന്നു. അവനെ സംബന്ധിച്ച് എല്ലാ കൂട്ടത്തിലും കാണും ഒരു മനുഷ്യനാണെങ്കിലും ഭയങ്കരമായിട്ട് അപരാധം കാണിക്കുന്ന. അതെനിക്കറിയത്തില്ല. സൈലന്റ് ബട്ട് പവർഫുൾ എന്ന് പറയുന്നത് കാണാനും ചെറുതും അതെയല്ലേ. നത്തോലി ഒരു ചെറിയ മീനല്ലെന്ന് പറയുന്ന പോലെ അജയ് ഒരു ചെറിയ മീനല്ല. അപ്പൊ അടുത്തതായി ഈ കുളത്തിലേക്ക് അവനെ കൂടെ പിടിച്ചിടാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. അപ്പൊ അടുത്തതായിട്ട് വരാനിരിക്കുന്ന ഒരു വലിയ വില്ലൻ കഥാപാത്രമാണ്, അവനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു, പക്ഷെ ഈ ഗ്യാങ്ങിലേക്ക് വരുമ്പോൾ അവന്റെ മറ്റൊരു മുഖമായിരിക്കും നിങ്ങൾ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.